അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. ഫസ്റ്റ് ഞാൻ മേരി ക്രിസ്മസ് ഒക്കെയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേക്കിൻ്റെ പെട്ടിയാണ്. ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇതൊക്കെ ഇങ്ങനെ വിടർന്നിട്ടായിരുന്നു. അപ്പം ഞാനൊന്ന് സ്റ്റാപ്ലർ ജസ്റ്റ് ഒന്ന് കൊടുത്തു. ആൻഡ് യൂട്യൂബിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ക്രാഫ്റ്റ് പെട്ടി ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒന്നും പൊതിയാന്നില്ല, നമുക്കൊരു ക്രാഫ്റ്റ് പെട്ടിയുണ്ട്. എൻ്റെ കുറേ ക്രാഫ്റ്റ് സെറ്റിങ്സ് ഉണ്ടെങ്കിലും ബട്ട് അതിനകത്ത് വലിയ വലിയ സാധനങ്ങളാണ്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇതിനകത്ത് പറ്റും. അപ്പോൾ ഏകദേശം സ്റ്റാപ്ലർ അടിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം വലിയൊരു പെട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ക്രാഫ്റ്റിങ്ങിലേക്ക് പോകാം. ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയ പെട്ടി ഉണ്ടെന്ന്. ഏറ്റവും വലിയ പെട്ടിയാണ്, ഏറ്റവും വലിയ ക്രാഫ്റ്റ്. ഇത് മാത്രമല്ല പിന്നെ ഒരു പെട്ടി ഉണ്ട്, ഞാൻ കാണിച്ചു. പെട്ടിയല്ല, സോറി, കവർ. ഇതിനകത്ത് നിറച്ച് പോരുന്നതായിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. ഫസ്റ്റ് ഞാൻ എൻ്റെ സ്കെച്ച് ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്ത് എനിക്ക് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു എവിടെന്നെങ്കിലും ഞാനൊരു സ്റ്റിക്കർ ഒപ്പിക്കണം. അപ്പോൾ ഞാൻ അത്രയും സ്റ്റിക്കർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഇപ്പത്തുള്ള ഭാഗം ഫുൾ ഓഫ് സ്കെച്ചസ്. ഇത് അവിടെ നിന്നും കിട്ടിയ സ്കെച്ചസ് വെച്ച് കഴിഞ്ഞാൽ കുറേ സെറ്റ് മേടിക്കും കാണാണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ഇത് ഓരോന്നോരോന്നും നമുക്ക് പിന്നെ വെക്കാം. ഞാൻ പരിചയപ്പെടുത്തിയിട്ട് ഇനി കുറച്ച് സാധനമുണ്ട് ഗൈസ്. ഇത് കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റിങ്ങിലൊക്കെ ആവശ്യമുണ്ട്. സ്റ്റിക്കർ പാക്കറ്റൊക്കെ കിട്ടില്ലേ, ABCD സ്റ്റിക്കർ. ഞാൻ വഴി കാണിച്ചു തരാം. എന്താ ഇതൊരു കിറ്റ് ഇതാണ് കിറ്റ്. ആ കിറ്റിൻ്റെ കവറ് എൻ്റെ കുറ്റിൻ്റെ കവറിൽ ആ കിറ്റിൻ്റെ ഇതുള്ള സാധനങ്ങൾ ഫുള്ള് കുറ്റി നശിപ്പിച്ച കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കിറ്റ് റീകവർ ചെയ്തെടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിറ്റിൻ്റെ കവറുണ്ടല്ലോ, കിറ്റിൻ്റെ കവറിൽ ഞാൻ ചെയ്ത എല്ലാ ക്രാഫ്റ്റും ഉണ്ട്. അത് ഞാൻ കുറച്ച് കാലം മുന്നെയാണ് വയ്ക്കാൻ തുടങ്ങിയത്, അതുകൊണ്ട് തന്നെ കുറച്ച് ക്രാഫ്റ്റിംഗ് ഉള്ളു. ഞാൻ ഇതിന് മുന്നേ നമുക്ക് ഒരു സാധനം പിന്നെ കാണിച്ചില്ല, ബട്ട് എന്തായാലും കാണിച്ചിരിക്കും. എനിക്ക് ക്രാഫ്റ്റിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ രണ്ട് പെട്ടി. ആവശ്യം ഞാൻ എടുത്ത് വയ്ക്കാനേ ഒന്നും ചെയ്യില്ല. ഇത് കോമിക്സ് ബോക്സാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ക്രയോൺസ് ഗൈസ് ഒക്കെ പോയി. അവിടെ പിന്നെ ഒരു ക്രയോൺ പെട്ടി ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇത് നമുക്ക് പിന്നെ ഇടയ്ക്ക് ഒതുക്കി വയ്ക്കാം. ക്രയോൺ പെട്ടി കാണിച്ചു തരാം ഗൈസ്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ കളർ ബോക്സ്. അപ്പോൾ നമുക്ക് ഈ കളർ പെൻസ് ഈ അപ്സര കിട്ടിയതാട്ടാ. കണ്ട ഇതൊക്കെ എൻ്റെ ഉണ്ണി കൂറി വരച്ചൊക്കെ എല്ലാ പരിപാടിയാണ് ഗൈസ്. കണ്ടാ ഇത്ര ഇത് ഇടയ്ക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടാവും സ്റ്റിക്കേഴ്സിന്. അതെനിക്കില്ല. കണ്ട ഫോർ എക്സാമ്പിൾ ബുക്ക്. എൻ്റെ ഇല്ല, നമുക്ക് ഇതിനകത്തോട്ട് കൊള്ളോ എന്തോ ഇല്ലേ ബോക്സ് ആയതുകൊണ്ട് ഇങ്ങനെ പരന്ന് കിടക്കുമല്ലോ, അതിനൊരു അടപ്പില്ല, അങ്ങനെയായിട്ട് കിട്ടി. ഓക്കെ, അടുത്തത് കാണിച്ചത്. അടുത്തത് ഏറ്റവും ആവശ്യമുള്ള സാധനം ഇതോടെ കഴിഞ്ഞു. ഇതാണ് ഏറ്റവും ആവശ്യമുള്ള സാധനം. തുറന്ന് കാണിച്ചു തരാം. തുറക്കാൻ വെച്ചിട്ട് പാടാം. തുറന്ന് കിട്ടി ഗൈസ്. ആക്സസറീസ്, അതായത് അവിടെ നിന്ന് വല്ല പശ ഒട്ടിച്ച് പറന്ന് പോയി ക്ലേഡ് ആയിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ വെച്ച് വരയ്ക്കും. ഇതിനുണ്ട് ഫിഷിൻ്റെയും ഇതിൻ്റെ ഒക്കെ. ഇത് ബണ്ണിൻ്റെ കൂടെ കിട്ടും. പിന്നെ ഇത് കുറച്ച് പിസ്ത തൊണ്ടുകളാണ്. ഇത് ഹെയർ ക്ലിപ്പ് പൊട്ടിയപ്പോൾ ഈ പല്ലുകളൊക്കെ നമുക്ക് മാറ്റി കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കും ഒട്ടിക്കാനും ഓരോ ക്രാഫ്റ്റ് ചെയ്യാനും. പിന്നെ ഓരോരോ സ്റ്റാമ്പ് ഇതിനകത്തുണ്ട് കുഞ്ഞിത്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്രാഫ്റ്റ് ചെയ്ത്, പക്ഷെ ഇതധികം റെഡി ആയില്ല. എൻ്റെ കയ്യിൽ ഫെവിക്കോളിൻ്റെ പെയിൻ്റ് ഇല്ല, മിസ് ഗ്ലാസ് പെയിൻറ്റ്. തൊട്ടിക്കാനായിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു ഷെല്ല്, അങ്ങനത്തെ കുറച്ച് ക്ലിപ്സ്, 3D ക്രാഫ്റ്റിങ്ങിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇന്ന് മൊത്തം. പിന്നെ സ്ക്വിഷിക്കായിട്ട് ഞാൻ എന്താ പറയുക പഞ്ഞി ഉപയോഗിച്ച ഇത്തിരി ഇതാണെന്ന് വെച്ചിട്ട് ഞാൻ പുതിയ സാധനം എടുത്തു കാണിച്ചു. പക്ഷെ അത് ഇതിനകത്ത് ഈ പെട്ടിയിലില്ലെന്ന് തോന്നുന്നു. ലവിൻ്റെ കുറച്ച് ഗ്ലാസ്സസ് കാണിച്ചു തരട്ടെ സാധനം. പക്ഷെ ഇപ്പോഴാണ് പെട്ടിയിട്ട് ഇതിൻ്റെ ഉണ്ണി എടുത്തുണ്ടായിരുന്നത്. കണ്ട ഈ പഞ്ഞൊക്കെ ആകുമ്പോഴേ അത് അവിടെ തന്നെ നിൽക്കും. പക്ഷെ ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു തരും.
അതിന് ഞാൻ കുറച്ച് സ്ക്വിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയണത് പഞ്ഞക്കാട്ട് മെത്തതാണ്. പിന്നെ ഇത്തിരി കുറച്ച് ബട്ട്സ്. എൻ്റെ ഉണ്ണിയെടുത്ത് പുറത്തേക്ക് പണി ഞാൻ പിന്നെ കാണാതെ സൂക്ഷിക്കാറുണ്ട്. പക്ഷേ കുട്ടിയുടെ ബുദ്ധി അപാരാണ്. പിന്നെ കുറച്ച് കവറുണ്ട് ഇതിനകത്ത്. ഇത്ര തന്നെയാണ് കാണിച്ചു തരാം. ഇനിയുണ്ട്. അപ്പോൾ ബിഗ് കേക്കിൻ്റെ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് കുഞ്ഞു കേക്ക് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ബോക്സാണ് കാല് പിടിച്ച് മേടിച്ചത്. ഓക്കെ, ഇത് നമ്മുടെ ക്രാഫ്റ്റിങ്ങിനുള്ള സാധനം മാത്രം. ബട്ട് ഇനിയുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇതൊക്കെ തികയോന്നൊരു പേടിയുണ്ട് ഗൈസ്. ഇത് അത്രയധികം സാധനമുണ്ട്. ഇത്ര മാത്രമല്ല, ഇനി എൻ്റെ ക്രാഫ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇതേപോലത്തെ ഒരു ഇതുണ്ടായിരുന്നു കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ പറയാൻ മറന്ന്, ഇതാണ് എൻ്റെ ക്രാഫ്റ്റ് ബുക്ക്. കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു കാര്യം കാണിച്ചു. പക്ഷെ അതൊക്കെ ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റിക്കി നോട്ട്സ് ആയിപ്പോയി കേട്ടോ. ഉണ്ടാ ഓക്കെ, എവിടെയൊക്കെ നന്നായിട്ട് ക്വാളിറ്റി ഇല്ല ഗൈസ്. എവിടുന്നാ മേടിച്ചതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ക്രാഫ്റ്റ് സാധനങ്ങൾ ഗൈസ് അങ്ങനെ കിട്ടി. അപ്സര ഫണാൻസ കിറ്റ്. അപ്പോൾ ഇതിലത്തെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രയോൺസ് കേട്ടോ. ഈ ക്രയോൺസ് കളർ പെൻസിൽസ് ഉണ്ട്. നമുക്ക് ഇത്രയും നാളും ചെയ്തത് കുറച്ചിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വരച്ചതാണ്. ഇവിടെ കാണിച്ചു. ആദ്യം ഞാൻ അങ്ങനെയുള്ള ഇതെങ്ങനെയുണ്ട്, എൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. അതുപോലെ ഇതെങ്ങനെയുണ്ട്, ഷെയ്ഡിങ് പിക്ചറാണ്. എനിക്ക് ഷെയ്ഡിങ് പെൻസിൽ മേടിച്ചതുണ്ട്, ഞാൻ കാണിച്ചത് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇത് തിരിച്ച് മേടിച്ച് വയ്ക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഷെയ്ഡിങ് പെൻസിൽ കേട്ടോ. ഇതിൽ കുറച്ച് തുറന്ന് കാണിച്ചു തരാം. പോന്നിട്ടുണ്ട്, ചെത്തി പകുതി ആയിട്ടുണ്ട്. ഇതാണ് പെൻസിൽ കാണിച്ചു തരാം. ഇതിൻ്റെ ഷെയ്ഡ് അതിന് മുന്നേ റബ്ബർ കണ്ട. ഈ റബ്ബർ സാധാരണ റബ്ബറാണ്, എന്നാലും കണ്ട. ഇതൊക്കെയാണ് എൻ്റെ ഷെയ്ഡ്സ്. 4B, 8B, 8B, 10B, 2B, 6B. 10B എന്ന് പറയുന്നത് ഒടുക്കത്തെ ഷെയ്ഡ് കേട്ടോ. നമ്മുടെ HP എന്ന് പറഞ്ഞാൽ പുതിയ പെൻസിലില്ലേ, ആ പെൻസിലിൻ്റെ അത്രയും ഷെയ്ഡ്സ് തരും കണ്ട. ഇതിനൊക്കെ വില അങ്ങനെ അത്യാവശ്യത്തിനൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ജസ്റ്റ് നോക്കാം. വെറും 50 രൂപയാണ് എൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ കാണിച്ചതല്ല, റിസൾട്ട് പകുതി ആയിട്ടുള്ളൂ. അപ്പം ഇതുവരെ നമ്മൾ കണ്ടു നിർത്തിയില്ല. അടുത്ത് കാണിച്ചു തരാം. SP അടുത്തായിട്ട് ഞാൻ ചെയ്ത ക്രാഫ്റ്റ് വർക്കാണ് മോഡേൺ സ്റ്റിക്കേഴ്സ്. ഇത് ഈ സാധനമല്ലേ, ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സിൻ്റെ കൂടെ ഇതിൻ്റെ പുറകിൽ കിട്ടിയതാട്ടത്. ഇതിൻ്റെ പുറകിൽ വയ്ക്കുക. ഇതിൻ്റെ പുറകിലായിരുന്നു ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. ആ പാക്കറ്റിൻ്റെ ഉള്ളിലായിരുന്നു ഇത്. ഇത് ഞാനങ്ങ് എടുത്തു നൈസായിട്ട്. അപ്പോൾ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് എന്നാണ് എൻ്റെ പേരിട്ടേക്കുന്നത്. ഡെക്കറേഷൻസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സ്റ്റിക്കേഴ്സ് കണ്ട വെച്ചിട്ട് ഞാൻ റെഡിയാക്കി തുറന്ന് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെയാണ് സ്റ്റിക്കർ ബോക്സിൽ നിന്നും കവറിന്ന് ഇത്രയും സ്റ്റിക്കേഴ്സ് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ഇനിയും ഉണ്ട് കേട്ടോ. എവിടുത്തെ എനിക്കില്ല കുറച്ച് സ്റ്റിക്കേഴ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട്. നമ്പർ 1 ഇത്, നമ്പർ 2 ഇത്, നമ്പർ 3 ഇത്, നമ്പർ 4 കാരണം എൻ്റെ ഫേവറേറ്റ് കളേഴ്സ് 3 ഫാമിലി ഒരേ ഫാമിലിപ്പെട്ടതാണ്. പർപ്പിൾ, ലാവൻഡർ, വയലറ്റ്. പിന്നെ ഈ ബെയർ.
അപ്പം ഇത്രയും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, ഇഷ്ടമായില്ല ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് സ്റ്റിക്കേഴ്സ്. ബാക്കിയുള്ളത് ഇതൊക്കെ എന്ത് ഇനി വരാനിരിക്കുന്നുള്ളൂ. എടുക്കട്ടെ. അങ്ങനെ ഇത് ഞാൻ ഉണ്ടാക്കിയത്. ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാണ് ഇതുപോലത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പെയിൻ്റ് അടിച്ചിട്ടില്ല. അയ്യോ, തുറന്ന് കാണിച്ചു തരാം. ഇത് കണ്ട, ഇതിങ്ങനെ ആക്കി കളിക്കാൻ പറ്റും. പിന്നെ ഈ ഡിസൈൻ എങ്ങനെയുണ്ട്? പിന്നെ കഴിഞ്ഞതിൽ ഇതേപോലെ കുറേ ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചുണ്ടായിരുന്നു. ഇത്രയും സ്ക്വിഷി ഇതിങ്ങനെ വെച്ചെഴുതാനായിട്ട് എഴുതാം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കളിക്കാം. ഇതാണ് സാധനം. പിന്നെ ഇത് ഇവിടെ ഒരു വളഞ്ഞ ഒരു ബുക്കുണ്ട്. ചെറിയ ചെറിയ ബുക്സൊക്കെ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഉണ്ട് ഇവിടെ, ജീവനോടെ ഉണ്ട്. പിന്നെ ഫേവറേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പേജ് കാണിച്ചു തരാം മക്കളെ. എവിടെ ഇങ്ങനെയായിരുന്നു സാർ. ഇപ്പം ഇത്രയും കുറേ ക്രാഫ്റ്റ് ഞാൻ ചെയ്ത് ഇനിയുണ്ട് കുറേ. ഞാൻ പേപ്പർ ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് ഞാൻ യൂട്യൂബ് ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ആ ഫോട്ടോ എൻ്റെ മിസ്സായി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. പിന്നെ ഒരു ബുക്കാണ്. പുറത്തേക്ക് വയോ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതിനകത്ത് എൻ്റെ പല സൈഡും ഉണ്ട് കേട്ടോ. ഈ വർഷം തന്നെ ഉണ്ടാക്കിയതാണ്. കൊളായിട്ടൈസ്. ഇത് എന്തോ വെള്ളം കൊണ്ടതാണ്, നിങ്ങളുടെ പകർന്നിട്ടുണ്ട്. നമുക്ക് പശിച്ചൊട്ടിച്ചെടുക്കാം. കുറേ കുറവുകളൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാനാ, ഞാൻ 5th ബിയിലായിട്ടുള്ളൂ. ചെറിയ കലാകാരിയാണ് ഞാൻ. ഓണാക്കിലൊക്കെ ഫസ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. ട്രോഫീസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറേ മെഡല് പകുതിയും ഞാൻ മേടിച്ചതാണ്. ഇനി അങ്ങോട്ടുള്ളത് എൻ്റെ ഉണ്ണികളാണ് മേടിക്കുക. എനിക്ക് താഴെ 3 ഉണ്ണികളുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. എവിടെ മറ്റേത് ഇവിടെയുണ്ട്. ഇത് രണ്ടിലേ ഒരേ ഒരു വ്യത്യാസമുള്ളൂ. ഇതിന് പെയിൻ്റ് അടിച്ചിട്ടില്ലേ? പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഈ സാധനം ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നറിയോ? ഇങ്ങനെ കുളത്തി പിടിക്കാനാണ്. 3D ഇതിനകത്താണ് ഞാൻ പറഞ്ഞത് ആദ്യം ഒരു സാധനം ഇല്ല. ഇതിലത്തെ പെന്നാണ് ഞാൻ ഇതിനകത്തോട്ട് എടുത്ത് വെച്ചത്, ബുക്കിനകത്ത്. സ്ക്വിഷി. പിന്നെ പിക്ചർ. പിന്നൊരു സാധനം ഡിയോഴ്സ്. സബ്സ്ക്രൈബ്. അല്ല, അതിനിടയ്ക്ക് ആ കാര്യം മറന്നില്ലെന്ന് വിചാരിക്കും. ഇനി പേഴ്സിനകത്ത് എന്തൊട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്വിഷിയില്ലേ ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് മോഡേൺ തിങ്സ് ആണ് കാണിച്ചു തരാം. എനിക്കൊരു മണി പൗച്ച് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഇതിനകത്തുള്ള സാധനം. കണ്ടോ, ഇതധികം സോഫ്റ്റില്ല. ഇതിൻ്റെ കൂടെ മറ്റേ ഞാൻ പറഞ്ഞ യെല്ലോ സ്ക്വിഷി ഇതും കൂടി വെച്ച് എനിക്ക് പഞ്ഞേക്കാട്ടും കൂടുതൽ ഫ്ലഫായിട്ട് തോന്നിയത് ഇതാട്ടോ. ഇത് വെക്കേണ്ടായിരിക്കും കൂടുതൽ സ്ക്വിഷിക്ക് നല്ലത്. അപ്പം അടുത്തത് ഇനി ലാസ്റ്റ് വൺ. ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ റിസൾട്ട് ബോക്സിൽ ഞാൻ ഒരു സപ്ലൈ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ സ്റ്റിക്കർ റിസൾട്ട്സാണ്. ഇനി അങ്ങോട്ടുള്ളത് ഞാൻ കൂടുതൽ റിസൾട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് അടുത്ത ഇതിലോട്ട്. അങ്ങനെ ഈ സപ്ലൈസ് കഴിഞ്ഞ് ഇനി അടുത്ത സെറ്റിലോട്ട് പോകാം. 3 സെറ്റായിട്ടാണ് കണ്ട. ഈ ടേപ്പ് ഇതിനകത്ത് കൊള്ളാത്തതുകൊണ്ട് ഞാൻ പുറത്ത് വെച്ചതുകൊണ്ട് ജസ്റ്റ് ഇതൊക്കെ കൊള്ളാൻ മതിയായിരുന്നു. ഈശോയെ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് കാണിച്ചു തരാം.
പോക്കറ്റ് പൗച്ച് എങ്ങനെയുണ്ട്? 2 കത്രിക ഉണ്ട് കേട്ടോ. ഒരു കത്തിരിക, പിന്നെ സ്റ്റാപ്ലറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരട്ടെ. നീല സ്റ്റാപ്ലറാണ്. ഞാൻ എൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ഞാൻ ഈ പെട്ടിയൊക്കെ സ്റ്റാപ്ലർ ഇത് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് കണ്ട നീല സ്റ്റാപ്ലർ. ഗൈസ്, ഞാൻ കാണിച്ച നീല സ്റ്റാപ്ലറില്ലേ, ഇത് ഞാൻ ഉണ്ടാക്കിയതൊന്നല്ല കേട്ടോ. ഇത് കടയിൽ നിന്ന് മേടിച്ചത്. ഉണ്ടാക്കിയപ്പോൾ ഒക്കെ കൊള്ളാവണം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഗ്ലാസ് പെയിൻറ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആണെന്ന് തോന്നുന്നത്. അടുത്ത് കാണിക്കാം. ഒരു പാക്കറ്റ് ഗ്ലൂ. എന്തൊക്കെയുണ്ട് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കത്തിക. എൻ്റെ ഫ്രണ്ട്സ് ഇത് റെഡ് പേന. ഇതെൻ്റെ ബെസ്റ്റ് തന്നതാണ്. എനിക്ക് 2 ബെസ്റ്റ് ഉണ്ട്. ഷെയർ ദേവനന്ദ. പിന്നെ മറ്റൊരു ബെസ്റ്റ്, അത് ഇഫ. 2 അല്ല, സോറി 3 മാർക്കർ. അത്യാവശ്യം വേണ്ട സ്കെച്ചും മാർക്കറും. മറ്റേ സ്കെച്ച് തരുന്നാൽ ഇതെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. സ്കെച്ച് ഈ കാലത്തൊന്നും ഇല്ല. ഞാൻ ഉണ്ടാക്കിയ ഡിസൈന് എനിക്ക് ശരിക്ക് നേരെ ചുവനെ യൂണിക്കോൺ വരയ്ക്കാൻ അറിയാം. പക്ഷെ പോക്കറ്റ് വെച്ചാൽ കാരണം അങ്ങോട്ടും കൂടെ ആണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് ഗായ്സ്. ഇതേപോലെ കുറച്ച് പെട്ടികൾ എനിക്കുണ്ട് കേട്ടോ, ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. വെക്കേഷനായി കഴിഞ്ഞാൽ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ലോ. അങ്ങനെ കുറേ പെട്ടികൾ കിട്ടും. ഓക്കെ, നമുക്ക് അതിനകത്തൊക്കെ കൊള്ളാൻ നോക്കാം. ഗായ്സ്, ഒന്ന് പ്രാർത്ഥിക്കണേ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ബോക്സ് വയ്ക്കാം. അങ്ങനെ പോയി കൊള്ളുവാൻ എന്തോ മുകളിലോട്ടായിട്ട് വയ്ക്കാം. പിന്നെ എന്തോ കൊല്ലിപ്പിക്കാൻ മിക്കവാ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കത്തിക്കൊക്കെ നല്ലത് കേട്ടോ. വെച്ച് നമുക്ക് ഇതിനകത്തോട്ട് വയ്ക്കാം. അതിനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് അയ്യോ, ബുക്കല്ലേ വേണ്ടേ? ബുക്ക് നമുക്ക് ഇതിനകത്ത് ആദ്യം ഏറ്റവും ആദ്യം എടുത്തിരി സ്ഥലം ഉണ്ടല്ലോ. അത്രയും സ്ഥലമൊന്നും വേണ്ടി വന്നില്ല. നമുക്ക് ഇതിനകത്തോട്ട് വെച്ചെടുക്കാം. ഇവിടെ ഇരുന്നില്ല. അയ്യോ, ഇതല്ല കേട്ടോ. തീർന്നില്ല, ഇനിയുണ്ട് സാധനങ്ങൾ. പിന്നെ ആക്സസറീസ് ഓക്കെ. പിന്നെ ഈ പറഞ്ഞ വെച്ചിട്ട് വെച്ചില്ല അല്ലേ. അപ്പം ഏകദേശം ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അയ്യോ, വാട്സപ്പ് പോയേനെ. അയ്യോ, കോമിക്സ് ബോക്സ് വെച്ചിട്ടില്ല. അങ്ങനെ കുറച്ചൊന്നും വെക്കാണ്ട് വരും ഞാൻ. മടയോ എന്തോ നോക്കാം, അടപ്പിക്കാം. അയ്യോ, കോമിക്സ് ബോക്സ്. അയ്യോ, ഞങ്ങളൊക്കെ ജിയോമെട്രി ബോക്സ് എന്ന് പറയാം. ഞാൻ പക്ഷേ കോമിക്സ് ബോക്സ് എന്ന് പറയാം. എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ച് ശീലമായിപ്പോയി. ഓക്കെ, ഈ റിസൾട്ടില്ല, ഇത് നമുക്ക് വേറെ വയ്ക്കാം. ഇന്നത്തെ കൊള്ളും തരാം. ആക്സസറീസിലെ ഒരു സാധനം മാത്രം ഞാൻ വെച്ചില്ല. ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കിത് ഇതിനകത്തോട്ട് കുത്തിത്തിരിക്കാം.
ഗൈസ് കുട്ടപ്പനായിട്ടുണ്ട്. കൊള്ളാം. ഈ ഒരു സെറ്റല്ല കൊള്ളാത്തോളോ, നമുക്ക് വേറെ. അപ്പം നമുക്ക് നടച്ചോ. അടയ്ക്കാനുള്ള ശ്രമത്തിലാണ് അടപ്പിച്ചിരിക്കും. അങ്ങനെ പരാക്രമിച്ച് ഞാൻ അടച്ചു ഗൈസ്. ഇതിനകത്തോട്ട് ഒരു സ്റ്റിക്കറും കൂടി ആഡ് ചെയ്യാം ഗൈസ്. അങ്ങനെ പോവല്ലേട്ടാ, പറഞ്ഞ് ഇതും കാണിക്കാൻ മാറും. ഇതിനകത്ത് ബാൻഡമെൻസിൽ സാധാരണ ഓരോരോ സാധനം കാണിച്ചിരുന്നില്ലെന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് വയ്യ. ഇനി നമുക്കിത് പെട്ടിയിടത്തേക്ക് കുത്തിച്ചിരിക്കാം. ഇത് പിന്നെ ഈ സാധനമാകുമ്പോൾ പൊട്ടിയാലും എനിക്ക് റെഡിയാക്കാൻ അറിയാം. കുഴപ്പമില്ല. പെട്ടി ഏതിറക്കോ സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെയും അടയ്ക്കാം. ഇത് തെറ്റത്. അങ്ങനെ ക്രാഫ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു വീഡിയോയ്ക്ക് എത്ര ലൈക്ക് തരും? ലൈക്ക് പോട്ടെ, സബ്സ്ക്രൈബ് എത്ര തരും ഒന്ന് പറയണ്ട. കമൻറ്റ് ബോക്സിൽ എത്താനും മതി ഗൈസ്.